لا يزال الخير حيا لا يزال. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد. കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഈ അധ്യയന വർഷത്തെ ഒരു ഖുർആൻ ക്യാമ്പയിൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വഴിയാണ് ഖുർആൻ, വഴികാട്ടിയും. ഖുർആൻ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയമായും വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉദ്ബോധിപ്പിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മദ്രസത്തുർ റഹ്മ ഖുർആന്റെ തണലൊരുക്കുകയാണ്. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി റഹ്മ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഖുർആൻ എക്സിബിഷൻ. ആ എക്സിബിഷനിലേക്ക്, അള്ളാഹുവിന്റെ കലാമിലേക്ക് സ്നേഹ ബഹുമാനപൂർവ്വം എല്ലാ സഹോദരങ്ങളെയും സവിനയം ക്ഷണിക്കുന്നു. ഖുർആനിലേക്കുള്ള വിളിയാണിത്. ആരും മറക്കല്ലേ, ജനുവരി 12-നാണിത്. ശുക്രൻ ജസീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لآيات الجمال. أبدا لن نحيد، أبدا لن نحيد، أبدا لن نحيد عن خطى الإيمان. دربنا درب قويم، دربنا درب قويم بالهدى القرآني. أبدا لن نحيد، أبدا لن نحيد، أبدا لن نحيد عن خطى الإيمان. دربنا درب قويم، دربنا درب قويم بالهدى القرآني. سائر في طريق الحق يا جند الله، سائر في طريق الحق يا جند الله، جند الله، جند الله، جند الله، جند الله. عهدا علينا أسود العرين، نمضي أماما أبد لا نلين. عهدا علينا أسود العرين، نمضي أماما أبد لا نلين. حتى إذا حان النفير عدنا جنودا نلبي المسير. حتى إذا حان النفير عدنا جنودا نلبي المسير. جند الله، جند الله. أبدا لن نحيد، أبدا لن نحيد عن خطى الإيمان. دربنا درب قويم، دربنا درب قويم بالهدى القرآني. سائر في طريق الحق يا جند الله، سائر في طريق الحق يا جند الله، جند الله، جند الله، جند الله، جند الله. ولا بد يوما سيرجع الأقصى ليحيى الفداء بطول المدى. ولا بد يوما سيرجع الأقصى ليحيى الفداء بطول المدى. لجنات ربي سار الشهيد عن دربه دوما أبد لا نحيد. لجنات ربي سار الشهيد عن دربه دوما أبد لا نحيد. جند الله، جند الله، أبدا لن نحيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാടൂർ മസ്ജിദുർ റഹ്മ ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിക്കുകയാണ്. മദ്രസയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ എക്സിബിഷന് ആരംഭം കുറിച്ചു. മസ്ജിദുർ റഹ്മ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ജനാബ് കെ അബ്ദുൽ വാഹിദ് സാഹിബ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഇതിലേക്കൊന്ന് എത്തി നോക്കാം. ആദ്യമായിട്ടുള്ളത് ഒരു സ്റ്റാളാണ്. ഇതിൽ
ഇതിൻ്റെ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഖുർആൻ നല്ലതിലേക്ക് വഴി കാണിക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ഇവിടെ സംവിധാനിച്ചു വെച്ച ഖുർആൻ കാലിഗ്രാഫികൾ, മറ്റ് സ്തംഭങ്ങൾ, കഅബയുടെ ചിത്രം തുടങ്ങിയാണ് വിവരിച്ചു തരാൻ നമുക്ക് മദീഹ ഇവിടെ ഉണ്ട്. മദീഹ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. നമ്മുടെ ഇത് കാണാൻ വേണ്ടി നമ്മുടെ കാളിക്കുട്ടി ചേച്ചിയും അമ്മക്കുട്ടി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഞങ്ങൾ അയൽവാസികളാണ്. ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് കണ്ടതിൻ്റെ അഭിപ്രായം? ഒക്കെ നന്നായി വെച്ചിട്ടുണ്ടാ? കാര്യങ്ങളൊക്കെ മനസ്സിലാണില്ലേ? മനസ്സിലാത്ത ചോദിക്കണം. നമ്മളെ മക്കളൊക്കെ ഉണ്ട്, അവർ നമുക്ക് വിവരിച്ച് തരും കേട്ടാ. ടാമുട്ടി ചേച്ചിയെ അറിയാത്തത് ചോദിക്കണം, അവർ പറഞ്ഞു തരും കേട്ടാ. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താ മോളെ ഇതൊക്കെ? ഇതെന്താണ് മനസ്സിലായില്ല? ആകാശങ്ങൾ 7 അടുക്കുകളായിട്ടാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖൻ വാഹിദ് യാത്ര ചെയ്യുന്നുണ്ടായി. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിനെ ആകാശങ്ങൾ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് വെച്ചിട്ട് ഓരോ നബിമാരും സ്വീകരിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മസ്ജിദ് റഹ്മ അല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന മസ്ജിദ് റഹ്മയുടെ ഒരു വെരി ഗുഡ് നല്ലത്. ഇതാണ്. പിന്നെ ഇതൊക്കെ എന്താണ്? സ്വർഗത്തിലെ 8 കവാടങ്ങൾ. ബാബുൽ ആഫീൻ, ബാബുൽ റിയാൽ, ബാബുൽ സ്വലാത്ത്, ബാബുൽ സദഖ, ബാബുൽ ജിഹാദ്, ബാബുൽ ഹജ്ജ്, ബാബുൽ ഈമാൻ, ബാബുൽ ദിക്ർ. അത് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ഏതായാലും കൃത്യമായിട്ടുണ്ട്. കുട്ടികളെ കലാവിരുതി ഇവിടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റാളിൽ പോവാം. അങ്ങനെ പോവാം. അടുത്തടുത്ത് നദീർ മുബീൻ എന്നൊരു സ്റ്റാളിലേക്കാണ്. നദീർ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ മുന്നറിയിപ്പ്. ഖുർആൻ ഒരുപാട് മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങളാണ് ഇവിടെ കുട്ടികൾ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. കണ്ട ഖുർആൻ നൈതിക ഉപദേശങ്ങൾ പ്രചോദനമായമാണ്. ഖുർആൻ ഉപദേശങ്ങൾ ഏകത്വം, സമത്വം, ന്യായം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഖുർആനിൻ്റെ ഉപദേശങ്ങൾ ഉന്നതമാണ്. തുടങ്ങി ഒരുപാട് ഇത് നോക്ക്. ഉറങ്ങിക്കിടക്കുന്നവരായിരിക്കെ രാത്രി നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിനെപ്പറ്റി ആ നാട്ടുകാർ നിർഭയരായിരിക്കുകയാണോ? അല്ലെങ്കിൽ പകൽ വേളകളിൽ അവർ കളിക്കുന്നവരായിരിക്കെ മരണം ആസന്നമായി പിടികൂടും എന്നൊക്കെയുള്ള ഇതാണ്. അതുമായി ബന്ധപ്പെട്ടതാ ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി, ഒരു മയ്യത്ത് ഉണ്ട്. ഇതൊക്കെ ഇത് ഫിറഔന്റെ ഒരു പ്രതീകാത്മകമായ ഒരു ഫിറഔന്റെ ഒരു ബോഡിയാണ്. നമുക്കറിയാം ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും നൂറ്റാണ്ടുകളായി ഇരിക്കുന്ന ഫിറഔന്റെ ഡെഡ് ബോഡി നമ്മളൊക്കെ പലതിലൂടെ കണ്ടതാണ്. അതിൻ്റെ ഒരു പ്രതീകമായ ഒരു സാമ്പിൾ ഇവിടെ കുട്ടികൾ സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഉത്ബുദ്ധരാക്കാനും ഉത്ബോധനം നടത്താനും നമുക്ക് താക്കീതുമായിട്ടാണ് ഇതൊക്കെ ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഖുർആൻ സൂക്തങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? വെരി ഗുഡ്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പിന്തുടർന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ വഴിയില്ല. അനുയായികൾ ചോദിച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇല്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഫിറഔനും സൈന്യങ്ങളും പിന്നീട് പിന്തുടർന്നപ്പോൾ നിന്നെ വടി കൊണ്ട് നീ കടലടിക്കുക എന്ന് പറഞ്ഞപ്പോൾ കടലടിച്ചു. കടൽ 2ആയി പിളർന്നു. അങ്ങനെ മൂസാ നബിയും അനുയായികളും രക്ഷപ്പെടുകയും ഫിറഔനും കൂട്ടാളികളും ഈ സമുദ്രത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കഥ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതുണ്ട്. എന്താണ് പിന്നെ ഇതെന്താന്ന് പറഞ്ഞേ? നബിയാണ് സ്വാലിഹ് നബി. അവരാരും സ്വാലിഹ് നബിയെ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അള്ളാഹു കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തമാണ് പാറ പിളർത്തി വന്ന ഒട്ടകം. അതിൽ പകുതി പേർ അള്ളാഹുൽ വിശ്വസിക്കുകയും പകുതി പേർ അള്ളാഹുൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. അവസാനം അവർ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു.
അപ്പോൾ അള്ളാഹു അവരെ ഒരു ഘോര ശബ്ദത്താൽ നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ ഫലമായി വെരി ഗുഡ്. പൊന്നമ്മ വിവരിച്ച് നമുക്ക് മനസ്സിലായി കാണും. അതൊന്നും നമ്മൾ കാണിക്കുക വീഡിയോയിൽ. പാറ പൊളിഞ്ഞിട്ടണി ഒട്ടകം വന്നത്. ഒട്ടകത്തിനെ കൊല്ലലെന്ന് അവരോട് സാലിഹ് നബി പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് അവർ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ സമൂഹത്തിനെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ നമുക്ക് വിധിച്ചിരുന്ന കഥ. അതുമായി ബന്ധപ്പെട്ട കഥകളാണത്. ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ എന്താണ് ഇവിടെ മീനൊക്കെ കാണുന്നില്ല, എന്താണത്? ഇത് വിൽക്കാൻ വെച്ചതിലാണോ? വെരി ഗുഡ്. സൂറത്ത് നൂറ് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതാണെന്ന് പറയുന്ന നിർദ്ദേശങ്ങളാണ്, വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കാണുന്ന നിങ്ങളൊക്കെ സൂറത്ത് നൂറ് ഒരു ആവർത്തിയെങ്കിലും വായിച്ച് ഇതൊന്ന് ജീവിതത്തിൽ പാഠമാക്കുകയും കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ ഇത് ഇവിടെ മീനൊക്കെ ഉണ്ടല്ലോ, മീനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ്? യൂനുസ് നബിയെ വിഴുങ്ങിയ മത്സ്യം. അപ്പൊ യൂനുസ് നബിന്റെ മത്സ്യം വിഴുങ്ങി, എന്നിട്ട് മത്സ്യം തീരത്ത് വന്ന് കക്കി അല്ലേ? അപ്പൊ അദ്ദേഹം മത്സ്യം ഒരു ചെറിയൊരു ന്യൂനത, യൂനുസ് നബിയിൽ നിന്ന് ചെറിയ ന്യൂനത വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ഒരു യാത്ര ചെയ്യുകയും കടലിൽ വീഴുകയും വന്നിട്ട് മത്സ്യം വിഴുങ്ങുകയും ചെയ്ത്. അവിടെ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നൊരു പ്രാർത്ഥന. ഇത് എന്നും പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ആ മത്സ്യം അദ്ദേഹത്തെ കരയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും അദ്ദേഹം പുറത്തു വരികയും ചെയ്തു. അങ്ങനെ അള്ളാഹു ശുക്ർ ചെയ്ത് പൂർവാധികം ഭംഗിയായി അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി നിർവഹിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ വിവരിച്ചു വരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന് എന്തൊരു മരം നിങ്ങളാരെങ്കിലും ഇല്ലേ? ഇത് സ്വർഗത്തിൽ ആപ്പിൾ മരം പറയാം. അപ്പോ അള്ളാഹു കഴിക്കരുതെന്ന് ആദം നബിയോട് പറഞ്ഞ അല്ലല്ല, ഒരുപാട് യഥേഷം ആദമിനെയും ഹവ്വയെയും അള്ളാഹു സൃഷ്ടി സ്വർഗത്തിലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ നിന്ന് ഭക്ഷിക്കാം. ഒരൊറ്റ നിബന്ധന മാത്രം, ഒരു മരം നിങ്ങൾ കഴിക്കരുത്. അത് കഴിച്ചാൽ നിങ്ങൾ അക്രമകാരികൾ പെട്ടുപോകും എന്നും താക്കീതുണ്ട്. പക്ഷേ അദ്ദേഹം ചില സമയത്ത് അത് മറന്നുപോയും ഈ ചെകുത്താൻ്റെ അല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ പ്രബോധനത്തിൽ അദ്ദേഹം വീണുപോവുകയും അങ്ങനെ ആ മരത്തിൽ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. അതിന് പ്രതീകാത്മകമായി സംവിധാനിച്ച് വെച്ചുള്ള മരമാണ് ഇവിടെ. അങ്ങനെ അദ്ദേഹം പുറത്തു പോയും ഭൂമിയിൽ വരികയൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇതെന്ന് പറഞ്ഞേ, ഇതെന്താണ്? ചൂര. അത് നമ്മുടെ അനുകാലികമായ ഒരു സംവിധാനം ഇവിടെ ചൂരിച്ചു. അതെ, വെരി ഗുഡ്. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് ഘട്ടത്തിൽ എവിടെയും വരാം എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഒരുപാട് സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കാണും, ഒരുപാട് സമൂഹങ്ങളെ. അതിനൊക്കെ ഉദാഹരണം ഖുർആനിൽ എപ്പോഴും നമ്മൾ താക്കീത് എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നമ്മൾക്ക് അനുഭവഭേദ്യമായൊരു സംഗതിയാണിത്, ചൂരൽമല. അതൊരു പ്രതീകാത്മകമായി അവരിവിടെ സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട്, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അങ്ങനെ ഒരു സ്ഥലം തന്നെ ഇല്ലാത്ത ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് എപ്പോഴും എവിടെയും ആർക്കും വരാം എന്നൊരു താക്കീതും കൂടിയാണ് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരന്തങ്ങളുടെ ഫോട്ടോസാണ് ഇവിടെ കുട്ടികൾ കട്ട് ചെയ്ത് ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പിന്തുടരുക. ഖുർആൻ അത് നമ്മളിതിന് തുടക്കം തന്നെ എന്താണ്, ഖുർആൻ വഴികാട്ടിയാണ്, നല്ലതിലേക്ക് ഖുർആൻ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നു എന്നൊരു ക്യാപ്ഷനുമായിട്ടാണ് ഈ എക്സ്പോ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലാക്കുക. ഇവിടെ ഈ മസ്ജിദ് റഹ്മയുടെ മുഅദ്ദിനായ അസീബ് സാബാണ്. അദ്ദേഹം ബീഹാറുകാരനാണ്. നമ്മളോടൊപ്പം സഹകരിക്കുകയും ഇവിടെ എല്ലാവരും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരുന്ന നമ്മളിലൊരാളായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം. ഇൻഷാ അല്ലാഹ് ഇത് അവസാനമായിട്ട് ജന്തുജാലകങ്ങൾ, ഖുർആൻ വിവരിച്ച് സസ്യജാലങ്ങളിലേക്കുള്ളൊരു പോക്കാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ യാത്ര. ഇൻഷാ അല്ലാഹ് അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു തോന്നണം. ഇതൊക്കെ ശരിപ്പെടുത്തി വെക്കുന്നുണ്ട് അവർ. ഓക്കെ, ഇതൊക്കെ ഖുർആൻ വിവരിച്ച് സസ്യജാലങ്ങളല്ലേ. ഇത് പഴം ഖുർആനിലുണ്ട്, മുന്തിരി, ക്യാരറ്റ്, അങ്ങനെ പച്ചക്കറികൾ, ഇഞ്ചി, ഉള്ളി എല്ലാം ഖുർആനിൽ. ധാന്യമണികൾ, പലതരം ധാന്യമണികളാണ് ഈ കാണുന്നതൊക്കെ. ചെറുപയർ, കടുക്, അങ്ങനെ ധാന്യങ്ങൾ മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചിലതിൻ്റെ പേരെടുത്ത്, പ്രത്യേകിച്ച് പരിപ്പിനൊക്കെ ഖുർആൻ പ്രത്യേകം പേരെടുത്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ ഇസ്രായേൽ സന്തതികളുടെ ഒരു പ്രധാനമായ ഒരു ഇതായിരുന്നു. അതുപോലെ കുക്കുംബർ പറയുന്നുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു നോട്ടം എന്നുള്ള നിലക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഖുർആൻ പറയുന്നത് ഞങ്ങൾ സസ്യലതാദികൾ മുളപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ അതിൻ്റെ മുളയും അത് വളരുന്നതും അതിൻ്റെ സൃഷ്ടിപ്പൊക്കെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പല ആയത്തുകളിലായിട്ട് ഉണ്ട്. അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചുരിഞ്ഞിരുന്നവൻ, എന്നിട്ട് അത് മുഖേന നാം എല്ലാ വസ്തുക്കളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു. ഈന്തപ്പനയിൽ നിന്ന് അഥവാ അതിൻ്റെ കുമ്പോളകളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തു വരുന്നു. അതുപ്രകാരം തന്നെ മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ ഒലിവും മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ ഒലിവും മാതളവും നാം ഉൽപ്പാദിപ്പിച്ചു. അവിടെ കായ്കൾ കായ്ച്ചു വരുന്നതും മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ 6-ാം അധ്യായത്തിൽ 99-ാം വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതൊന്നും കൂടി നമുക്ക് പോയിട്ട് ചെടികൾ മുളച്ചു നിൽക്കുന്നതും അവർ സജ്ജീകരിച്ചിട്ടും മരുഭൂമിയായ ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് ഒരു മഴ കൊണ്ട് വർഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലമായി വന്നുകൂടുന്ന കാര്യങ്ങളാണ്. ഇത് ഗോതമ്പ് ചെടിയാണ്. ഗോതമ്പ് ചെടിയെ കുട്ടികൾ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ച് ഇതാക്കിയിട്ടില്ല. ഇത് നമുക്ക് സുപരിചിതമായ പയർ അങ്ങനെ മറ്റു ചെടികളൊക്കെ ഈ കാണുന്നത്. ഇതൊക്കെ ഇതുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു നോട്ടം കൂടി ഉണ്ട്. അവസാനം എല്ലാത്തിൻ്റെ അവസാനമാണ് ഈ കാണുന്നത്. ഇത് മരിച്ച് മണ്ണാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇതൊക്കെ മരിച്ച് എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ഒടുങ്ങും, കരിഞ്ഞ് ഉണങ്ങി വരണ്ടു പോകും. അതിൻ്റെ ഇതാണ്. മറ്റൊന്നിനായ രക്ഷിതാവിനെ നാം പ്രകൃതിക്കുകയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത, വ്യവസ്ഥ നിർണ്ണയിച്ചു മാർഗദർശനം നൽകിയവനും മേച്ചിൽപ്പുറങ്ങൾ ഉൽപ്പാദിച്ചവനും എന്നിട്ട് അതിനെ ഉണങ്ങിക്കരിഞ്ഞ ശവറാക്കി തീർത്തവനുമായ രക്ഷിതാവിൻ്റെ നാമം. സൂറത്ത് വിശുദ്ധ ഖുർആൻ 87-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ഒരു വിവരണമാണ് ഇവിടെ വിവരിച്ചിരുന്നത്. ഇതൊക്കെ നമുക്കിവിടെ സംവിധാനിച്ച് വെച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഒരുപാട് അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. നമുക്ക് ഖുർആൻ വിവരിച്ച കുറേ കാര്യങ്ങൾ ഇതാ കണ്ട. ഖുർആനിലെ ഔഷധ സസ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് ഔഷധ സസ്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. ഇതിൽ നമുക്ക് സുപരിചിതമായ മുന്തിരിയുണ്ട്, വാഴപ്പഴമുണ്ട്, അത് മൈലാഞ്ചി, അത് കുക്കുംബർ, പിന്നെ ഈത്തപ്പഴം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞത് മോനെ? ഇത് ഹദീക്ക, തോട്ടം. ഖുർആൻ ഹദീക്കിനെ പറ്റി പറയുന്നുണ്ട്, തോട്ടത്തിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് ഡോഡോ പക്ഷിയും കാലുവരായ പക്ഷിയും. ഡോഡോ പക്ഷിയെ മനുഷ്യര് വേട്ടയാടിയിട്ട് വംശനാശം സംഭവിച്ചിട്ടുള്ളതാണ് കാലുവരായ പക്ഷി. അതന്നെയാണ്, അതായത് ഡോഡോ പക്ഷി കാലുവരായ പക്ഷത്തിന് പഴയണ തിന്നുമ്പോ ഡോഡോ പക്ഷിയുടെ മലദ്വാരത്തിൽ നിന്ന് വിത്തുകൾ മുളക്കുന്നു. വിത്തുകൾ വരുന്നു, അത് മുളക്കാതെ കാലുവരായ പക്ഷി ഉണ്ടാവില്ല. അതും ഡോഡോ പക്ഷിയും വംശനാശമായപ്പോൾ കാലുവരായ പക്ഷിയും വംശനാശം. ഇതുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങൾ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത് വേറൊന്നിലേക്ക് പോകാം. ഖുർആൻ വളരെ വ്യക്തമായി ഒരു കഥ പറയുന്നുണ്ട്, തോട്ടക്കാരൻ്റെ കഥ. അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണിത്. ഒരാൾ തോട്ടക്കാരൻ, അദ്ദേഹം തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു. സമൃദ്ധമായ വിളവുകൾ നൽകിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിന്ന്. അപ്പോൾ അദ്ദേഹം അത് കുറച്ചൊന്ന് അഹങ്കരിച്ചു പോയി. എനിക്കൊരുപാട് കഴിവുകളൊക്കെ ഉള്ളത്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് വിവരിക്കാം. സൂറത്തുൽ കഹ്ഫിൽ 32 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഇതാണ്. മൂന്നാമത്തേത് അദ്ദേഹം എന്തായാലും കൂട്ടുകാരനോട് പറയുന്നതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയത്, അതൊന്നും നശിക്കുന്നു ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ സമൃദ്ധമായിട്ടാണ് കണ്ട അരുവികൾ ഒഴുകുന്ന നല്ല തോട്ടം, അതിൻ്റെ ചാരത്ത് കൂടെ അരുവികൾ ഒഴുകുന്നു. എന്നിട്ട് അദ്ദേഹം പറയണം, ഇതൊരിക്കലും അവൻ്റെ കൂട്ടുകാരനെ ഇതിൽ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇന്നെ മണ്ണിൽ നിന്നും പിന്നെ ബീജഗണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അങ്ങനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി രൂപകൽപ്പന ചെയ്ത നാഥനെയാണോ നീ തള്ളിപ്പറയുന്നത്? സ്വന്തം കഴിവുകൊണ്ടാന്ന് പറഞ്ഞതാണ് ഇവിടെ അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയല്ല പറയേണ്ടത്. അപ്പോൾ അതിനോട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതെന്നാൽ അവനാണ് അള്ളാഹുവാണെന്ന നാഥൻ ആരെയും എൻ്റെ നാഥൻ്റെ പങ്കാളികളാക്കില്ല എന്ന് നീ പറയണം. നീ നിൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നിനക്കെങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവസാനം അദ്ദേഹം ആ നല്ല തോട്ടങ്ങളിൽ കൂടെ ഒരു ദിവസം പെട്ടെന്ന് അള്ളാഹു അല്ലാതെ അയാളെ സഹായിക്കാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ തോട്ടം മുഴുവൻ നിലംപതിക്കുകയും നശിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി. അള്ളാഹു അല്ലാതെ അയാളെ സഹായിക്കാൻ പിന്നെ ആരും ഉണ്ടായില്ല. ഈ നാശത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. അവിടെ രക്ഷാധികാരം സാക്ഷാൽ അള്ളാഹുവിന് മാത്രമാണ്. ഉത്തമമായ പ്രതിഫലം നൽകുന്നത് അവനാണ്. മെച്ചപ്പെട്ട
പര്യവസാനത്തിൽ എത്തിക്കുന്നു അവൻ തന്നെ. ഇത് നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ അവസാനമാണ് ഈ കാണുന്നത്. അവസാന തൽക്കാലം ഇതിവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറുണ്ട്. ثم نادوا حسمت إنها قد رسمت فأتاهم ردنا صعقت بل سحقت قالوا إنها وعد نحن عصبة الأسد فأتاهم زحفنا زائلون للأبد ثم نادوا حسمت إنها قد رسمت فأتاهم ردنا صعقت بل سحقت عصبة الشر ارحلي واسمعي مني القرار هجر الديار دوما نحن فرسان النهار عصبة الشر ارحلي واسمعي مني القرار هجر الديار دوما نحن فرسان النهار واشربي للذل كأسا وخذي كل صغار وارحلي دون الرجوع إن جلا ذاك الستار واشربي للذل كأسا وخذي كل صغار قالوا إنها وعد نحن عصبة. പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവചനങ്ങൾ ഖുർആൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ രൂപത്തിൽ ഈ കുഞ്ഞു മനസ്സുകളിലെ ഐഡിയകളിൽ വന്ന കാര്യങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കേണ്ടത് നമ്മുടെ സുഹൃത്താണ് രവി. നമുക്കിവിടെ സുപരിചിതനാണ്. നമ്മുടെ മസർ നമ്മുടെ പരിസരവാസിയാണ്. എങ്ങനെയുണ്ട്? എല്ലാം കണ്ടു തീർത്താ? കുറച്ചുകൂടെ കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് വന്നൊരു അഭിപ്രായം പറയാം. വളരെ സന്തോഷം വന്നതിൽ. വളരെ സന്തോഷം. തീർച്ചയായിട്ടും എല്ലാം കാണാൻ പോയി. മോളെ എന്തൊക്കെയാണ് പറഞ്ഞേ? പറഞ്ഞേ. മനുഷ്യരെ ഒരു കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ബീജത്തിൽ നിന്ന് ഒരു ഭ്രൂണമാക്കുകയും അതിനെ മാംസപിണ്ഡമായി മാറ്റുകയും പിന്നെ അതിനെ അസ്ഥികൂടെ തുടർന്ന് അതിനെ അസ്ഥികൂടമാക്കുകയും പിന്നെ അതിനെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്യുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ മികവുറ്റ സൃഷ്ടിയാണ് മനുഷ്യൻ. വെരി ഗുഡ്. ഇത് ഏത് സൂറയിലാണ് പറഞ്ഞിട്ടുള്ളത് മോളെ? സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂൻ 14-ാമത്തെ ആയത്തിലെ ഒരു ആയത്ത് വിവരിച്ചുകൊണ്ടാണ് നമ്മുടെ മോള് നമുക്ക് വിശദീകരിച്ചു തന്നത്. ആദ്യം മനുഷ്യന്റെ ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവനവനെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് അവസാനം അവനൊരു ഭ്രൂണമാക്കി. ഭ്രൂണത്തിൽ നിന്നൊരു കഷ്ണമാക്കി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, പിന്നെ അത് മാറ്റി അതിന് എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞ് അവസാനം ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ. അങ്ങനെയാണ് മനുഷ്യന്റെ ഇത്. പിന്നെ എന്തൊക്കെയാണ്? അല്ലാഹുവിന്റെ ഏറ്റവും മികവുറ്റ സൃഷ്ടിയാണ് മനുഷ്യൻ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മനുഷ്യന്റെ. യെസ്, മനുഷ്യന്റെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായൊരു ജീവിയാണ് മനുഷ്യൻ. അതിനെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മോൻ നമുക്ക് പറഞ്ഞു തന്നത്. ഇതാണ് മനുഷ്യന്റെ കാര്യങ്ങൾ. പിന്നെന്താ ഇവിടൊക്കെ എന്താ? ശാസ്ത്രവുമായി മഴയുമായി ബന്ധപ്പെട്ട മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം. മഴയും കാടുകളും മലകളും അരുവികളും എല്ലാം സംവിധാനിച്ച് വെച്ചിട്ടുള്ള പടച്ചറബായ അള്ളാഹു ആണെന്നാണ് ഇവർ ഖുർആനിലെ തെളിവുകളാൽ സമർത്ഥിക്കുന്നത്. ഇതൊക്കെ വളരെ മനോഹരമായ ചിത്രീകരണമാണ് നടക്കുന്നത്. അതുപോലെ അല്ലേ, ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ മക്കൾ ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. കണ്ട, വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കാണാൻ വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതുള്ള ആ മഴയുടെ ഇതുമായി പുല്ലുകളും ചെടികളും സസ്യങ്ങളും എല്ലാം സമൃദ്ധമായി വളരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളാണ്. അത് ഖുർആൻ പലയിടത്തും പറയുന്നത് മഴ മേഘങ്ങളാണ് ഇവരുടെ മഴ വർഷിപ്പിച്ച് തരുന്നതൊക്കെ പറഞ്ഞിട്ട് അത് അവരുടെ കഴിവിനും ഇതൊക്കെ അനുസരിച്ച് അവർ സംവിധാനിച്ച് വെച്ചിരുന്ന സംവിധാനങ്ങളാണ്. മഴ മേഘങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടി വരാം. ഇതെന്താണ്? സോളാർ സിസ്റ്റം ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മോനെ നബീൽ. ഇത് 9 തൽക്കാലം സംവിധാനിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഇതിൽ കാണാം. ഇത്തരം നമ്മുടെ പഠനങ്ങളിലൊക്കെ വിധേയമാക്കേണ്ടതുണ്ട്. ഖുർആൻ വിവരിച്ച കുറേ കാര്യങ്ങൾ ഇതിനെ സമർത്ഥമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അല്ല ഇത് കണ്ട ഒരു ഗോളവും അതിൻ്റെ ഉപഗ്രഹങ്ങളും അല്ലേ, അതൊക്കെ ഇവിടെ
ഇതാണ് ഒരു ചെറിയൊരു ചിത്രീകരണം. നമ്മളൊക്കെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് സംവിധാനിച്ച് വെച്ചുള്ളത്. അങ്ങനെ നമുക്ക് പോകാം. എന്താണ് ഇവിടെ സംവിധാനിച്ചുള്ളത്? വിരലടയാളം. ഖുർആൻ വിവരിച്ചിട്ടുള്ള വിരലടയാളം. ഖുർആൻ പറഞ്ഞില്ല, നീ ഞാൻ ഉദ്ദേശിച്ചത് കണ്ട അയഹ്സബുൽ ഇൻസാനു അല്ലൻ യജ്മഅ ഇളാമ വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? അതെ, നാം അവൻ്റെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാവുന്നു. നമുക്കറിയാം, കോടാന കോടി മനുഷ്യരുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തങ്ങളാണ്. മനസ്സിലായി? ഒന്നുപോലെയല്ല മറ്റേ. ഇന്നും നമ്മൾ തമ്മിൽ പ്രശ്നമൊക്കെ നമുക്ക് കാണാറുള്ളതല്ലേ, തെളിവുകളൊക്കെ ആയിട്ട് അതാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത് അള്ളാഹു നമ്മളോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ആക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏറ്റവും പരിശുദ്ധനാണ് എന്നാണ് ഖുർആനിലെ വെളിപ്പെടുത്തൽ. നമ്മൾ أنا لك بحديثه النهج العلي. أو ما سمعت بأمة رفعت بفيض الأدمع. أو ما بصرت جماعة مالوا كما الرجل العميل. ما بالهم وهبوا الحياة حجارة. أو هل تعي لكنما نحن الهداة المهتدون بإذن خالق مرتعي. أنا مسلم، أنا خادم لك أمتي، قلمي لساني ومدفعي. أنا مسلم وأقولها ملء الفؤاد وفي حنايا الأضلع. أنا مسلم، أنا خادم لك أمتي، قلمي لساني ومدفعي. أنا مسلم وأقولها ملء الفؤاد وفي حنايا الأضلع. أنا مسلم، أنا خادم لك أمتي، قلمي لساني ومدفعي. യുമായി ബന്ധപ്പെട്ട് പരലോകം എന്ന സെക്ഷനിൽ കുട്ടികൾ കാണിക്കുന്ന ഒരു TV ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. വിവരണത്തിൻ്റെ ആവശ്യമില്ല.
عودي نحو الإسلام لا تستمعي لذئابي فالشرق دمار فيه والغرب عدو كتابي همهم طمس الدين وكذا لفظا لترابي قتلوا الإنسانية في أعماقهم بحرابي هجروا الأخلاق فصاروا حيوانات في غابي ഒന്ന് മരിക്കാൻ പോവുകയാണ്, ആഖിറത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒന്ന് വേണം, ഇവിടെ ഇരുട്ടാണ്, ആഖിറം ഇരുട്ടാണല്ലോ, അല്ല എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനവുമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുവാണ് ഖബറിലെ ജീവിതം. നമ്മളൊക്കെ മരിച്ചാൽ കൊണ്ടുവെക്കുന്ന ഈ ഖബർ, ഇതിനെപ്പറ്റി അറിയുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലൊരു ചെറിയ മാറ്റമൊക്കെ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖബറിന് ഈ മയ്യത്ത്, അതുമായി ബന്ധപ്പെട്ട മയ്യത്ത് അങ്ങോട്ട് ഇറക്കി വെക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അതുപോലെ ഇതിവിടെ പരലോകത്തിൽ ചെന്നാൽ ഉള്ളത് ആണ് ഈ കാണുന്നതൊക്കെ. ഇത് ഖുർആൻ പറയുന്നത് നന്മ തിന്മകളെ തൂക്കുന്ന തുലാസ് സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആരുടെ ഒമയ്യമൽ മുസ്താല ദർറത്തിൻ ഖൈറയ്യറ ഒമയ്യമൽ മുസ്താല ദർറത്തിൻ ശർറയ്യറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെ തുലാസാണ് കനം തൂങ്ങുന്നത് അവൻ സ്വർഗീയമായ സുഖാനുഭൂതികൾ ആസ്വദിക്കുന്ന സ്വർഗത്തിലാവും. ഒമൽ ഖഫത്ത് മവാസീനഹു, ആരുടെ തുലാസാണ് പിന്നോട്ട് പോകുന്നത് അവന് വേദനാജനകമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന മെസ്സേജ്. ഇവിടെ ഇത് നരകത്തെ അവരുടെ ഭാവനയിൽ ചിത്രീകരിച്ചാണ്. നമുക്കൊന്നും ചിത്രീകരിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും ഈ ഇളം മനസ്സുകൾ അവരുടെ ഐഡിയയിൽ വന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിരിക്കുകയും ചെയ്യണം. ഇത് എന്നൊന്നു വിവരിച്ചു കൊടുത്തേ. സിറാത്ത് പാലം. നരകത്തിലേക്ക്. അപ്പൊ ഇതാണ് സിറാത്തുൽ പാലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകൾ കാത്തിരിക്കണം. ആ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകും. ചിലരുടെ കാല് തെറ്റി വീഴും. നല്ല ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകളാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തും. അവർ ആനന്ദ സുഷുപ്തിയിലായിരിക്കും. അവർ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും. മറ്റുള്ളവർ നരകത്തിൽ വെന്തിരിഞ്ഞിക്കരിയും. ഇതാണ് ഖുർആൻ നൽകുന്ന പാഠങ്ങൾ. ഇതൊക്കെ എന്താ മക്കളെ? ഇതെന്താ? ഖബർ. കണ്ട, തെറ്റ് ചെയ്തവർക്ക് ഉള്ള ഇടുങ്ങിയ ഖബറിനാണ് അതിൻ്റെ ഇതാണ് ചിത്രീകരണം. അത് അവിടെ പാമ്പുണ്ടാവും, തേലുണ്ടാവും, പഴുതാരകളുണ്ടാവും, ഒക്കെ വളരെ മനോഹരമായിട്ട് ഇവർ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല മനുഷ്യത്വമാണ് അല്ലേ? വിശാലമായി അവനക്ക് ഖബറിന് ഇടം ഒരുപാടുണ്ടാവും. അവന് സുഖാനുഭൂതികളിൽ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് ഖുർആൻ ലഭിച്ച രീതിയൊക്കെ നമുക്ക് പറഞ്ഞത്. ഇതെന്താണ്? ഒരാൾ മരിക്കാൻ കിടക്കണം. മരിച്ചതിന് ശേഷം കഫൻ ചെയ്ത് കിടക്കും. ജനാസ കൊണ്ടുപോകും. പിന്നെ ഇത് ഖബറിലാക്കിയിട്ട് മറവ് ചെയ്യും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇത് വിവരിച്ചു തരുന്നത് നമ്മളാരാണ്? പേരെന്ന് പറഞ്ഞാൽ ഇവിടെ മദ്രസ വിദ്യാർത്ഥിയാണ്. വളരെ സന്തോഷം. ഇനി അവിടുത്തെ സ്റ്റാളിലേക്ക് നമുക്ക് പോകാം. പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒട്ടകം. ഖുർആനിൽ പറയുന്നുണ്ട്, നാം ഒട്ടകത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നീ കണ്ടില്ലയോ എന്ന്. അപ്പോൾ അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതേപ്പറ്റി നമുക്കറിയാം മൊത്തം. അതുപോലെ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ വിവരിച്ച ചെതല്, ഉറുമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് തേനീച്ചിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ആ സൂറത്തുൻ നഹൽ എന്നൊരു അധ്യായത്തിൽ തേനീച്ചിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് മോളെ ഇതൊന്ന് പറഞ്ഞേ? വെരി ഗുഡ്, താങ്ക് യു. പിന്നെ ഇത് ഖുർആൻ സൂറത്തുൽ ഫീൽ വിവരിച്ച ഒരു
അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതുമായി ബന്ധപ്പെട്ടാണ്. കഅബ പഴയ കഅബത്തിൻ്റെ ഒരു ചിത്രമാണ്. അതിൽ അബ്രഹത്ത്, യമൻ രാജാവായ അബ്രഹത്ത് ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വരിക എന്ന സന്ദർഭമാണ്. അത് പ്രവാചകൻ ജനിക്കുന്നതിന് കുറച്ച് മുമ്പാണ് അത് ഉണ്ടായത്. പ്രവാചകനോട് ചോദിക്കണം, നീ കണ്ടില്ലേ ആ ആനക്കാരുമായി വന്ന അവരെ തൻ്റെ നാഥൻ എന്ത് ചെയ്തു എന്ന്. ആ ഒരു ആറ്റ് വിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് നമുക്കറിയാം. ഞാൻ തന്നെ വിരിക്കാം, മക്കളോട് നിർത്തിയിട്ട് അവർ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഖുർആൻ അങ്ങനെ ആനകളെ കൊണ്ട് അവരാ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കുകയും ആനകൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരാളും അവരെ എതിർത്ത് നിൽക്കാണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹു അവരെ ശിക്ഷ ഇറക്കുകയും മുകളിൽ നിന്ന് അബാബീൽ പക്ഷി അബാബീൽ പക്ഷികളെ അള്ളാഹു അയക്കുകയും ഇതകണ്ട അബാബീൽ പക്ഷി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ആ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് അവരെ മൊത്തം നശിപ്പിച്ചു. അപ്പോൾ അള്ളാഹു ഇടപെടേണ്ട സമയത്ത് ഇടപെടും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കഅബയെ രക്ഷിച്ചത്. ആ കഅബ രക്ഷിച്ചു. ഇതാണ് പ്രവാചകനും പ്രവാചകൻ്റെ അനുചരനുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പലായനം ചെയ്തല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ പേരെന്താ മോളെ? സൗർ ഗുഹ. സൗർ ഗുഹയിൽ നമുക്ക് കാണാം ഒരു പ്രാവ് ആ ഗുഹാമുഖത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വെച്ചു. 8 കാലി വല കെട്ടി. ഇത് ശത്രുക്കളെ കണ്ണിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടായൊരു സംവിധാനമാണ്. അള്ളാഹു സംവിധാനിച്ചതാണ്. അവിടെ നിന്ന് ശത്രുക്കൾ കാണാനൊന്നും കഴിഞ്ഞില്ല, അവിടെ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതൊന്നും എന്താണ് പറഞ്ഞതേ? ഒട്ടകത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുന്നതാണ്. എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മിച്ചു വെച്ചുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ ഖുർആൻ വിവരിക്കുന്ന മറ്റൊന്നാണ് നായ. അതിൻ്റെ ഒരു ചിത്രം ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നും വിവരിച്ചാൽ സമയം ഉണ്ടാവില്ല. നമുക്ക് ഇതുമായി മുന്നോട്ട് പോകാം. കാണാൻ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ വന്നിരിക്കുന്നു നമ്മളെ ഈ പ്രദർശനം. ഇത് സൂറത്തിൽ ഒരു ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ബഖറ എന്നൊരു അധ്യായമുണ്ട്. 2ാമത്തെ അധ്യായം. അതിൻ്റെ പേര് സൂറത്തുൽ ബഖറ, പശു എന്നാണ്. പശുവിനെ വിരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഞാനൊന്ന് അടുത്ത സ്റ്റാളിലേക്ക് പോവുകയാണ്. ഇവിടെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മക്കൾ എല്ലാവരും അലങ്കരിച്ചും സംവിധാനിച്ചും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി ഇവിടെയൊക്കെ ആൾ ജനനിബിഡമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് ഖുർആൻ ഏറ്റവും ഇവിടെ നമ്മൾ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ ഖുർആനാണ്. ഖുർആൻ്റെ വിവിധ കോപ്പികളും ഖുർആൻ്റെ തർജ്ജമകളുമാണ് ഇവിടെ എൻ്റെ മുമ്പിലുള്ളത്. ഖുർആൻ ഇംഗ്ലീഷുണ്ട്. ദ ഹോളി ഖുർആൻ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. ഖുർആൻ ഹിന്ദി പതിപ്പുണ്ട്. അതുപോലെ അതിൻ്റെ അറബി തന്നെ അതിൻ്റെ തഫ്സീറുകളുണ്ട്. ഇംഗ്ലീഷ് ദ നോബിൾ ഓഫ് ഖുർആൻ അതുണ്ട്. അങ്ങനെ ഖുർആൻ്റെ ഈ ഒരു ഖുർആൻ നോക്ക്, ഖുർആൻ ഭാഷ്യം. ഇത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു ഖുർആനാണ്. ഇതിൽ മലയാളത്തിലാണ് ഇതുള്ളത്. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇസ്ലാമി വിജ്ഞാനകോശം, ഖുർആൻ്റെ തണലിൽ എന്ന ലോകപ്രശസ്ത പണ്ഡിതനായ സയ്യിദ് ഖുത്ബ് എഴുതിയിട്ടുള്ള ഫി ഇലാലിൽ ഖുർആൻ എന്നതിൻ്റെ പരിഭാഷയാണ് ഖുർആൻ്റെ തണലിൽ. സൂറത്തുൽ ഖഹ്ഫ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഉണ്ട്. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട കാലിഗ്രാഫികളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വചനങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടില്ലേ മനസ്സിലാ. ഈ അസ്മാഉൽ ഹുസ്ന പടച്ച റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ 99 പേരുകൾ ആലേഖനം ചെയ്തിട്ടുള്ളൊരു ഫലകമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 99 പേരാണ് അള്ളാഹുവിനുള്ളത്, പ്രധാനപ്പെട്ട പേരുകൾ. അതുകൂടെ ആലേഖനം ചെയ്തതാണ്. പിന്നെ ഖുർആൻ അതുപോലെ ഇത് ഇവിടൊക്കെ ഒരു നോട്ടം, ഒരു ചെറിയൊരു പ്രദക്ഷിണം വെക്കാനേ നമുക്ക് കഴിയുള്ളൂ. എല്ലാം വളരെ ഭംഗിയായി കുട്ടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ ഒരുപാട് അനുമോദിക്കേണ്ടതുണ്ട്. ഇവിടെയും കാണാൻ വേണ്ടി ആളുകൾ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോകാം. സാധനങ്ങൾ ഞാൻ കാണിക്കുന്നത് ഖുർആനുമായി നേർക്ക് നേരെ ബന്ധമില്ലെങ്കിലും ഇത്
സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇത് അറബികൾ ഈ കാവ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പാണ്, അതിൻ്റെ ഒരു രൂപമാണ് ഇത്. കപ്പും ഇതും. പിന്നെ ഇത് ഒമാൻ, യമൻ പോലുള്ള ആളുകൾ എപ്പോഴും യാത്രയിൽ സൂക്ഷിക്കുന്ന ഖഞ്ചർ എന്ന് പറയുന്നതാണ്. ഇത് ഒരു ഖുർആൻ കഅബയും ആലേഖനം ചെയ്ത ഒരു ഇതാണ്. ഇത് 24 കാരറ്റ് സ്വർണ്ണമാണ് ഇതിനെ പൂശിയിട്ടുള്ളത്. മനസ്സിലായോ? ഇത് കുറച്ച് പഴക്കമുണ്ട്. എൻ്റെ കയ്യിൽ 1986 എനിക്ക് കിട്ടിയ ഇതാണ്. അത് അവിടെ പ്രദർശിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. على قناة المنشد محمد المقيد. يا هلا 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 حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا يا 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 هلا حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا بالحب اجتمعنا وربنا يحييكم بالحب اجتمعنا وربنا يحييكم بالحب اجتمعنا وربنا يحييكم بالحب اجتمعنا وربنا يحييكم مرحبا ويا هلا فيكم انتم منا واحنا فيكم بالمحبة نحييكم يا هلا ويا هلا مرحبا ويا هلا فيكم انتم منا واحنا فيكم بالمحبة نحييكم يا هلا ويا هلا يا هلا ويا هلا ويا هلا ويا هلا يا هلا ويا هلا ويا هلا ويا هلا حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا يا هلا ويا هلا ويا هلا ويا هلا يا هلا ويا هلا ويا هلا ويا هلا حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم اقصف الحوثي يدك جيشه بددي جمعا أتانا من سفاح مزقي كل ارتباط ضمهم قصقصي بالموت يا ثرى الجناح اقصف الحوثي يدك جيشه بددي جمعا أتانا من سفاح مزقي كل ارتباط ضمهم قصقصي بالموت آثر الجناح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم لا تبالي لا تبالي اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم
البسيهم كل موت مستفيض لا تريهم في معانك ارتياح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم لا تبالي إن دعوا للصلح لا تمنع النيران أوهم اصطلاح يا يمان الكون إن جيش عز ينبري كالماء نبعا من قراح لا تبالي إن دعوا للصلح لا تمنع النيران أوهم اصطلاح يا يمان الكون إن جيش عز ينبري كالماء نبعا من قراح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم لا تبالي لا تبالي اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم نمحق اللأواء بسم الله فينا نعتلي بالحق آكام الفلاح يا يمان العز مهما قد تناهى باطل فالحزم يأتي بالصلاح نمحق اللأواء بسم الله فينا نعتلي بالحق آكام الفلاح يا يمان العز مهما قد تناهى باطل فالحزم يأتي بالصلاح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم لا تبالي لا تبالي لا تبالي اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح اعصفي بالحزم يا كل الرياح واقصف الأرجاس من بدء الصباح ألبسيهم كل موت مستفيض لا تريهم في معانك ارتياح قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم قد طوينا عهدهم ومحونا ذكرهم وارتقينا في إباء كي نزيل مكرهم هب عصف الموت يمحو كل ذل واستفاض الحق يمضي كالرياح فالبسي ثوب الأعالي وارتقي في جنة الإسعاد يا بيت الكفاح هب عصف الموت يمحو كل ذل واستفاض الحق يمضي كالرياح فالبسي ثوب الأعالي وارتقي في جنة الإسعاد يا بيت الكفاح